താരൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വേറൊരു റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. ചൂരക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. 2 ദിവസത്തിന് മുമ്പ് തന്നെ ഒരു ചൂരക്കറിയുടെ റെസിപ്പി ഇട്ടായിരുന്നു. പക്ഷേ ഇന്ന് ചൂരക്കറി വേറൊരു തരത്തിൽ വെക്കുന്നതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിനായി ആദ്യമേ ഗ്യാസ് കത്തിക്കുകയാണ്. ജസ്റ്റ് ചട്ടി ഒന്ന് ചൂടാവുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് കാണിക്കും വേണം. ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മൾ. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ഇടുകയാണ്. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഉലുവ, ഇതിലെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഉലുവ പൊട്ടിക്കുന്ന കേട്ടോ. അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇടുന്നു. പിന്നെ ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞത്, 2 പച്ചമുളക്, ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ഈ കടുകും ഉലുവയും പൊട്ടി കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ഒന്ന് നല്ലോണം മൂപ്പിക്കണം. നമ്മൾ ആദ്യം തന്നെ ദാണ്ട് ഇഞ്ചി ഇടുക. ഇഞ്ചി ഇട്ട് പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് ജസ്റ്റ് അതൊന്നും മൂപ്പിക്കണം, വഴറ്റിയെടുക്കണം ജസ്റ്റ്. ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് തന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർക്കണം. ഇതെല്ലാം നല്ലോണം വഴറ്റണം, നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. നിറമാവണം. പിന്നെ ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഇടാൻ പോകണം. കുറച്ച് കറിവേപ്പിലയും ഉള്ളി ശകലം ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു തക്കാളി എടുത്ത് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് പിന്നെ നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. ഈ ഒരു പരുവത്തിൽ നമ്മൾ വഴറ്റിയെടുക്കണം ഉള്ളി. ഇനി തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് പൊടികളെല്ലാം ചേർക്കാൻ പോവുക. ആദ്യം തന്നെ നമ്മൾ മല്ലിപ്പൊടി ചേർക്കാൻ പോവുകയാണ്. അടുത്തായിട്ട് നമ്മൾ മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. പിന്നീട് മഞ്ഞൾപ്പൊടി, ഒരു ശകല ഉലുവാപ്പൊടിയും കൂടെ ചേർക്കും. നമ്മൾ ഉലുവ മുമ്പേ പൊട്ടിച്ചായിരുന്നു. ഇനി നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർക്കും. ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കണം. നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒത്തിരി അങ്ങോട്ട് മൂപ്പിക്കേണ്ട. അതിൻ്റെ പൊടികളുടെ എല്ലാം ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചാൽ മതി.
ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. അരപ്പിനാവശ്യമായ നമ്മൾ വെള്ളം ചേർത്തിട്ട് പിന്നെ അതിലേക്ക് വടക്കം പുളിയും മുരിങ്ങയ്ക്ക ഇട്ട് കറി ഒന്ന് തിളയ്ക്കണം. തിളയ്ക്കുമ്പോഴത്തേക്ക് അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇടും. അരപ്പ് തിളച്ച് ഇനി അതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇടാൻ പോവുക. മുമ്പേ നമ്മൾ കുറച്ച് ഉപ്പിട്ടായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം. ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കണമേ. ഇനി ഇത് നല്ലോണം തിളക്കട്ട്. നമ്മൾ അടച്ച് വെച്ചേക്കുകയാണ്. ഇത് നല്ലോണം തിളച്ച് വെന്തിട്ട് ഉപ്പും എല്ലാം നോക്കാം. നമ്മളെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ലോണം വെന്ത് ഉപ്പെല്ലാം ചേർത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്കൊരു ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. കമൻസ് ഇടണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.